വേമ്പനാട്ടു കായലിന്റെ ഓളപ്പരപ്പുകൾക്ക് ഇന്ന് പച്ച നിറമാണ്. പക്ഷേ അത് പ്രകൃതി ഭംഗിയല്ല, മറിച്ച് നമ്മുടെ ജലാശയങ്ങളെ ശ്വാസം മുട്ടിക്കുന്ന പായൽ പോളകളുടെ അനിയന്ത്രിതമായ വളർച്ചയാണ്. ചേർത്തലയുടെ ഉൾനാടൻ ജലഗതാഗതത്തെയും മത്സ്യബന്ധനത്തെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കുന്ന ഈ പായൽ പ്രശ്നത്തിന് പരിഹാരം തേടി ഇറങ്ങിയിരിക്കുകയാണ് ചേർത്തല BRCയിലെ 14 സ്കൂളുകളിൽ നിന്നുമുള്ള 9ാം ക്ലാസ് വിദ്യാർത്ഥികളായ 39 കുട്ടി ഗവേഷകർ. മണ്ണഞ്ചേരി, പള്ളിപ്പുറം, മുഹമ്മ, തണ്ണീർമുക്കം എന്നീ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ ഈ പഠനം മാതൃകയാക്കാവുന്ന ഒന്നാണ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ രൂക്ഷമാകുന്ന ഈ പായലുകളെ വെറുമൊരു മാലിന്യമായല്ല ഇവർ കാണുന്നത്. പായലിൽ നിന്ന് കടലാസ് നിർമ്മിക്കാനും ബയോഗ്യാസ് ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കാനും ജൈവവളവും കരകൗശല വസ്തുക്കളും ഉണ്ടാക്കാനും സാധിക്കുമെന്ന് ഈ കൊച്ചു ഗവേഷകർ തെളിയിച്ചു കഴിഞ്ഞു. ആലപ്പുഴ SD കോളേജിന്റെ സഹകരണത്തോടും വിവിധ ഗവേഷണ സ്ഥാപനങ്ങളിലെ വിദഗ്ധരുടെ മാർഗനിർദ്ദേശത്തോടും കൂടി തയ്യാറാക്കിയ ഈ പ്രൊജക്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നു മീര B, പത്മിനി രാജ്, കീർത്തന നാഥ് M എന്നീ കുട്ടി ഗവേഷകർ. നമസ്കാരം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമാണല്ലോ. ഇന്ന് ഞങ്ങൾ ഒരു കഥയാണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. വേമ്പനാട്ടുകായൽ. വേമ്പനാട്ടുകായലിന്റെ കൈവഴികൾ ഒഴുകുന്ന സുന്ദരമായ ഗ്രാമം ചേർത്തല ഗ്രാമം. അവിടെയായിരുന്നു ഈ മാറ്റത്തിന്റെ തുടക്കം. തെളിനീരൊഴുകുന്ന സുന്ദരമായ വേമ്പനാട്ടുകായൽ നാട്ടുകാർ അവിടെ നീന്തി തുടിച്ചു മീൻ പിടിച്ചു. പക്ഷേ ഒരു ദിവസം പുഴയുടെ ഉപരിതലത്തിൽ ഭംഗിയുള്ള പച്ചിലകളും വയലറ്റ് നിറത്തിലുള്ള പൂക്കളും പ്രത്യക്ഷപ്പെട്ടു. കാണാൻ പായൽ പോലെയായിരുന്നു. നല്ല ഭംഗിയുള്ളത് കൊണ്ട് തന്നെ ആരും അതിനെ തടഞ്ഞില്ല. ക്രമേണ പോളകൾ കായലെ വെള്ളം കുടിച്ചു തീർത്തു. സൂര്യപ്രകാശം തട്ടാതെ സസ്യങ്ങൾ ചീഞ്ഞൊഴുകി ചെളിയായി രൂപപ്പെട്ടു. കായലിന്റെ ആഴം കുറഞ്ഞു. ഒടുവിൽ വേനൽക്കാലം വന്നപ്പോൾ ഒരിക്കലും പറ്റാത്ത കായൽ പൂർണ്ണമായും വരണ്ട അവസ്ഥയായി. മീനുകൾ ചത്തു, പക്ഷികൾ വരാതെയായി. കായൽ വെറും മൈതാനം പോലെയായി മാറി. നാട്ടുകാർ ഒരുമിച്ച് കൂടി ആലോചിച്ചു. ശാസ്ത്രജ്ഞൻ പറഞ്ഞത് ഇതായിരുന്നു: പുഴ വരേണ്ടത് മഴയില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ഈ പായൽ പോളകൾ കായലിലെ വെള്ളം കുടിച്ചു തീർത്തത് കൊണ്ടും സസ്യങ്ങൾ ചീഞ്ഞഴുകി ചെളിയായി രൂപപ്പെട്ടത് കൊണ്ടുമാണ്. പുഴ വരേണ്ടതും പായൽ നിറഞ്ഞതും കണ്ട് കുട്ടികൾ വെറുതെ ഇരുന്നില്ല. അവർ ശാസ്ത്രീയമായ വഴികൾ തേടി. ആ അന്വേഷണമാണ് പായൽ പോള വിമുക്ത ഗ്രാമം എന്ന ശില്പശാലയിൽ എത്തിയത്. ശില്പശാലയിൽ പ്രൊജക്ടിന്റെ ഓരോ ഘട്ടങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് ആസാദ് സാറും സേതുവാൻ സാറും ഞങ്ങൾക്ക് ക്ലാസ് എടുത്തു. ഇതിനുവേണ്ടി നമുക്കൊരു ജനകീയ സർവേ നടത്താം. സർവേ ചോദ്യാവലികൾ എങ്ങനെ തയ്യാറാക്കും? കുട്ടികൾ ആലോചിച്ചു. അതിനുവേണ്ടിയുള്ള വിവരങ്ങൾ അവർ ഓരോരുത്തരായി ചർച്ച ചെയ്തു. സർവേയിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തണം? വ്യക്തിഗത വിവരങ്ങൾ, പ്രശ്നത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ. അങ്ങനെ ചോദ്യാവലി തയ്യാറായി. അങ്ങനെ കുട്ടികൾ ഗ്രാമത്തിലെ വീടുകൾ കയറി സർവേ നടത്തി. ഓരോ കുട്ടിയും 5 വീടുകൾ വീതം കയറി. അങ്ങനെ 180ഓളം വീടുകളിൽ സർവേ നടത്തി. അതിന്റെ ഫലം ഞങ്ങളെ ഞെട്ടിക്കുന്നതായിരുന്നു. 70% ആളുകളും കരുതിയത് പായൽപ്പൂക്കൾ കാണാൻ ഭംഗിയുള്ളത് കൊണ്ട് തന്നെ അത് കായലിന് ഗുണകരമാണെന്നാണ്. എന്നാൽ പുഴ വരേണ്ടതും പായൽ നിറഞ്ഞതും കാരണം ആ പ്രദേശത്ത് കൊതുക് ശല്യം 90% വർദ്ധിച്ചതായി സർവേയിലൂടെ കണ്ടെത്തി. സർവേയിൽ പങ്കെടുത്ത 80% ആളുകളും പറഞ്ഞത് പുഴയിൽ മീനുകൾ കുറവാണെന്നാണ്. പായൽ പുഴയാകെ നിറഞ്ഞതോടെ സൂര്യപ്രകാശം വെള്ളത്തിനിടയിലേക്ക് എത്താതെ വരികയും മീനുകൾക്ക് ഓക്സിജൻ ലഭിക്കാതെ വരികയും ചെയ്യുന്നു. വള്ളം മുന്നിപ്പോകുന്നവർക്ക് പായലുകൾ വലിയൊരു തടസ്സമായി തന്നെ മാറി. കൃഷിയിടങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നതിനും തിരിച്ചുവിടുന്നതിനും പായൽ ഒരു വലിയ ഭീഷണിയായി തന്നെ മാറിക്കഴിഞ്ഞിരുന്നു. പായലുകൾ വെറും ഒരു മാലിന്യം മാത്രമല്ല, അത് പണമുണ്ടാക്കാവുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കാമെന്ന കാര്യം ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. പക്ഷേ പായലുകൾ വെറുതെ പുഴയിൽ നിന്ന് വാരിയെടുത്താൽ അതൊരു ഉൽപ്പന്നമാവില്ല. അതിന് ചില ഘട്ടങ്ങളുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം പായൽ ഒരു ഗുണമില്ലാത്തൊരു വസ്തുവാണെന്ന്. എന്നാൽ അങ്ങനെയല്ല. നമ്മുടെ നാടിൻ്റെ ഒരു വലിയ സാമ്പത്തിക സ്രോതസ്സാക്കി നമുക്ക് ഈ പായലിനെ മാറ്റാം. എങ്ങനെയെന്നല്ലേ? ഒരിക്കൽ ജെയിൻ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ G. നാഗേന്ദ്ര പ്രഭു സാറും SD കോളേജിലെ സുവോളജി ഡിപ്പാർട്ട്മെന്റ് അധ്യാപികയായ ബിന്ദു ടീച്ചറും കൂടി അവർക്കൊരു ക്ലാസ് എടുത്തു കൊടുത്തു. എന്ത് ക്ലാസ് ആണെന്നല്ലേ? നമുക്ക് മരത്തിൽ നിന്ന് പേപ്പർ ഉണ്ടാക്കിയ കഥയും മുളയിൽ നിന്ന് പേപ്പർ ഉണ്ടാക്കിയ കഥയും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ പായൽ പോളയിൽ നിന്ന് പേപ്പർ ഉണ്ടാക്കിയ കഥ കേട്ടിട്ടില്ലല്ലോ. ഇന്ന് നമുക്ക് ആ കഥ കേൾക്കാം. അതിനെ എന്തും ചെയ്യാൻ കുട്ടികൾ തയ്യാറായി. അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന കായലിൽ നിന്നും പുഴയിൽ നിന്നും ഒക്കെ അവർ പോളകൾ ശേഖരിച്ചു. വേരും തണ്ടും ഇലയുമായിട്ട് വേർതിരിച്ചെടുത്തു. അങ്ങനെ വേർതിരിച്ചെടുത്ത പാള നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി പുഴുങ്ങിയെടുത്ത് അണുവിമുക്തമാക്കി എടുത്തു. ഈ പുഴുങ്ങിയെടുത്ത പായൽ പോള നല്ലവണ്ണം അരച്ച് ഒരു പൾപ്പ് രൂപത്തിലാക്കി. ഈ പൾപ്പ് വെള്ളത്തിൽ ചേർത്തിളക്കി ഒരു അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുത്തപ്പോൾ ഒരു നേർത്ത പാളി പോലെയായി.
ഈ പാളി ഒരു കോട്ടൺ തുണിയിലേക്ക് മാറ്റി വെയിലത്തിട്ട് ഉണക്കി അടർത്തിയെടുത്തപ്പോഴേക്കും കുട്ടികൾക്ക് പടം വരച്ച് രസിക്കാനും അവരുടെ പുതിയ പുതിയ ഭാവനകൾ, കഥകളും കവിതകളും ഒക്കെ ആയിട്ട് എഴുതാനുള്ള പായൽപോള കൊണ്ട് തയ്യാറാക്കിയ പേപ്പർ ഇവിടെ തയ്യാറായി. കുട്ടികൾക്ക് ഇതാണ്ട് ഒരുപാട് സന്തോഷമായി. അങ്ങനെ മിച്ചം വന്ന പായൽപോള വെച്ച് ആ പായൽപോളയുടെ തണ്ടരച്ച് അവരൊരു പൾപ്പ് രൂപത്തിലാക്കി. അങ്ങനെ ഉണ്ടാക്കിയ പൾപ്പിലേക്ക് അവർ ഗ്ലൂവും കോൺസ്റ്റാർച്ചും കൂടി ആഡ് ചെയ്ത് ക്ലേ പോലെ കുഴച്ചെടുത്തു. എന്നിട്ട് അവരുടെ ഭാവനകൾക്കനുസരിച്ച് അവർ രൂപങ്ങളും മോൾഡുകളും ഒക്കെ അത് വെച്ചുണ്ടാക്കി. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന കുട്ടികൾക്ക് നഗേന്ദ്രപ്രഭു സാർ ഒരു കഥ കൂടി പറഞ്ഞു കൊടുത്തു. എന്ത് കഥയാണെന്നല്ലേ? നമ്മുടെ കൂൺ കൃഷിയിലെ പായലിന്റെ കടന്നുവരവ്. അപ്പോൾ നമുക്ക് കൂൺ കൃഷി എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് വൈക്കോലിട്ടുള്ള കൂൺ കൃഷിയൊക്കെ ആയിരിക്കും, വൈക്കോലും ചകിരിച്ചോറും ഒക്കെ വെച്ച്. പക്ഷേ പായൽ വെച്ച് നമുക്ക് ഇനി മുതൽ കൂൺ കൃഷി ചെയ്യാം, നമ്മുടെ നാട്ടിൽ സൗജന്യമായി ലഭിക്കുന്ന പായൽ വെച്ച്. എങ്ങനെയെന്നല്ലേ നമുക്ക് നോക്കാം. അതിനായി ആദ്യം തന്നെ നമ്മുടെ പുഴയിലും കായലിലും ഒക്കെ ഉള്ള പായൽ നമ്മൾ ശേഖരിക്കുക. എന്നിട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഇതിനെ വെയിലത്തിട്ട് ഉണക്കുകയാണ്. നല്ലപോലെ ഉണങ്ങിയെടുത്ത് ഈ പായലിനെ നമ്മൾ പുഴുങ്ങി ഒരു ആവിസ്നാനം പോലെ ചെയ്തെടുക്കും. എന്തിനാണെന്നല്ലേ? നമ്മുടെ കൂണിന് വളരെ നല്ല ക്ലീൻ അന്തരീക്ഷം ഒരുക്കാൻ വേണ്ടി തന്നെയാണ്. ഇങ്ങനെ ചെയ്ത പായലിനെ നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ബാഗിൽ ഹോൾസ് ഇട്ടിട്ട് അതിനുള്ളിലേക്ക് ഈ പായൽ കുറച്ചിടുന്നു. എന്നിട്ട് അതിന് മുകളിലേക്ക് സ്പോൺസ് വിതറി നമുക്കൊരു ഇരുട്ടുള്ള മുറിയിൽ തൂക്കിയിടുമ്പോഴേക്കും നമുക്ക് കൂൺ കൃഷി നല്ല സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് മാത്രമല്ല, ശില്പശാല കഴിഞ്ഞ് കുട്ടികൾ ഒരു യാത്ര പോയി. എങ്ങോട്ടെന്നല്ലേ? കണ്ണങ്കരയിലെ പ്രീതി ചേച്ചിയുടെ വീട്ടിലേക്ക്. പായൽ കൊണ്ട് കൂൺ കൃഷിയും ക്ലേയും പേപ്പറും ഒന്നുമല്ല, മറിച്ച് ബയോഗ്യാസ് ഉണ്ടാക്കാമെന്ന് ചേച്ചി അവിടെ തെളിയിച്ചിരുന്നു. പുഴയിൽ നിന്ന് കായലിൽ നിന്നും ഒക്കെ ശേഖരിക്കുന്ന ഈ പായൽ പോള ഒരു വലിയ ടാങ്കിലേക്ക് കടത്തിവിടുന്നു. അവിടെ ഓക്സിജന്റെ അഭാവം മൂലം തന്നെ അനേറോബിക് ഡൈജഷന്റെയും റെസ്പിറേഷന്റെയൊക്കെ ഭാഗമായിട്ട് മീഥെയിൻ ഗ്യാസ് ഉണ്ടാവുന്നുണ്ട്. ഈ മീഥെയിൻ ഗ്യാസ് ആണ് നമുക്ക് പാചകവാതകമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. ബാക്കി വരുന്ന ഇതിന്റെ സ്ലറി പോലുള്ളത് നമുക്ക് ചെടികൾക്ക് വളമായിട്ടും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഈ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് തന്നെ ഞങ്ങളൊരു ലഘുലേഖ തയ്യാറാക്കിയിരുന്നു. അങ്ങനെ ആ ലഘുലേഖ വെച്ച് ഇപ്പോൾ സർവേയിൽ നമ്മൾ കണ്ടെത്തിയ ആളുകൾക്കൊന്നും ഇതിനെ പറ്റി വലിയ അറിവില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്തുള്ള ജനങ്ങൾക്ക് ഇത് വെച്ചൊരു ബോധവൽക്കരണം ക്ലാസ് കൂടി നമ്മൾ ഒരുക്കിയിരുന്നു. അപ്പോൾ ഈ പ്രൊജക്റ്റിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് നമ്മുടെ ജലത്തെ കാർന്ന് തിന്നുന്ന ഒരു ക്യാൻസർ അല്ല, മറിച്ച് നമ്മുടെ നാടിൻ്റെ ഒരു വലിയ സാമ്പത്തിക സ്രോതസ്സാക്കി നമുക്ക് ഈ പായൽപോളയെ മാറ്റാം എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രൊജക്റ്റ് വെറും ഒരു പഠനമല്ല, മറിച്ച് പുതിയൊരു ദിശാബോധമാണ്. നമ്മുടെ തടാകങ്ങളെയും പുഴകളെയും ശ്വാസം മുട്ടിക്കുന്ന പോള എന്ന ജലസസ്യം യഥാർത്ഥത്തിൽ പരിസ്ഥിതിക്ക് ഒരു വെല്ലുവിളി തന്നെയാണ്. പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുന്നത് സാധ്യമല്ല. എന്നാൽ മനുഷ്യന്റെ സർഗാത്മകതയും കഠിനാധ്വാനവും ചേർന്നപ്പോൾ ആ വെല്ലുവിളി ഇന്ന് വലിയ അവസരമായി മാറിയിരിക്കുന്നു. പോള കൊണ്ട് പേപ്പറാക്കി മാറ്റിയും ക്ലേ പോലെ പൾപ്പുകളാക്കി മാറ്റിയും നാം നിർമ്മിക്കുന്ന ഓരോ ഉൽപ്പന്നവും പ്രകൃതിയോടുള്ള നമ്മുടെ കരുതലിന്റെ അടയാളമാണ്. പ്ലാസ്റ്റിക് മലിനീകരണം ലോകത്തെ ഭീഷണിപ്പെടുത്തുന്ന ഈ കാലഘട്ടത്തിൽ പോള കൊണ്ടുള്ള ഇത്തരം പ്രകൃതി ഉൽപ്പന്നങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട്. ഇത് കേവലം വിനോദമല്ല, മറിച്ച് ഗ്രാമീണ മേഖലയിലെ സാധാരണക്കാർക്കും സ്ത്രീകൾക്കും ഒരു അന്തസ്സുള്ള ഒരു വരുമാന മാർഗം കൂടിയാണ്. പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ സാമ്പത്തിക വളർച്ച എന്നതിൻ്റെ പോള കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ വലിയ ഉദാഹരണമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കഥ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ടീം ചേർത്തല. ക്വസ്റ്റ്യൻസ്? അപ്പോൾ ഈ പായൽ പൂർണ്ണമായും നീക്കം ചെയ്ത് വേറെ ഉൽപ്പന്നമാക്കി മാറ്റുമ്പോൾ ഇത് ഇക്കോസിസ്റ്റത്തെ ബാധിക്കില്ലേ? പായൽ ഫുഡ് ചെയിനെ ബാധിക്കും. ഇത് ഈ പായൽ തിന്നുന്ന ജീവികളുണ്ടല്ലോ, അതെന്താവും അവസ്ഥ? നമുക്ക് പായലിനെ പൂർണ്ണമായിട്ടും മാറ്റാൻ സാധിക്കില്ല. ഇപ്പോൾ നമ്മുടെ ആലപ്പുഴയിലും കോട്ടയത്തും ഒക്കെ ആയിട്ട് നിറച്ച് പായലാണ് ഉള്ളത്. അപ്പോൾ ഇതിനെ നമ്മൾ ഈ യന്ത്രവൽക്കരണത്തിലൂടെ മാറ്റുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഒരു കുറച്ച് പാർട്ട് നമുക്ക് നമ്മളിപ്പോൾ പറഞ്ഞ രീതിക്കൊക്കെ നമുക്ക് മാറ്റാം. അപ്പോൾ ബാക്കിയുള്ളതിൽ അങ്ങനെ ജീവിക്കാം. പക്ഷേ നമുക്ക് മറ്റ് അക്വാറ്റിക് പ്ലാന്റ്സും ഉണ്ടല്ലോ. അപ്പോൾ പായലിൽ മാത്രം ജീവിക്കുന്ന ജീവികളാവില്ല, മറ്റ് അക്വാറ്റിക് പ്ലാന്റ്സിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആയതുകൊണ്ട് പായലിനെ മാറ്റുന്നുണ്ട്. നമ്മൾക്ക് പൂർണ്ണമായിട്ടും മാറ്റുന്നുമില്ല. പൂർണ്ണമായിട്ട് ഉന്മൂലനം ചെയ്യാനായിട്ട് നമുക്ക് ഇതിൽ സാധിക്കില്ല. അപ്പോൾ നമ്മൾ കുറച്ചെടുത്ത് മാറ്റി നമ്മൾക്ക് ഇങ്ങനെ ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കുന്നതിലൂടെ നമ്മളുടെ ഒരു ഇതാണ്, നമ്മൾക്ക് വെൽത്ത് കൂടുകയാണ് ചെയ്യുന്നത്. പായലിന്റെ ജീവികൾക്ക് അതൊരു പ്രശ്നമാവുന്നില്ല. പായൽ എങ്ങനെയാണ് കളക്ട് ചെയ്യുക? പായൽ എങ്ങനെയാണ് ഈ ഒരു പദ്ധതി നടക്കാൻ കളക്ട് ചെയ്യുന്നത്? നമ്മൾ മാനുവലി ചെയ്യാണ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ആവശ്യമുള്ള പായൽ ഞങ്ങളിപ്പോൾ ചെയ്തത്, ഞങ്ങൾക്കിപ്പോൾ ക്ലാസ്സിന് സ്ട്രീമിൻ്റെ പ്രൊജക്റ്റിന് വേണ്ടി മാത്രം ചെയ്യാനില്ല. അപ്പോൾ കുറച്ച് പായൽ മതിയായിരുന്നു. അപ്പം നമ്മൾ തന്നെ കായലിൽ പോയി ചെയ്യായിരുന്നു, കളക്ട് ചെയ്തു.
ഓക്കെ, അത് വലിയൊരു എന്താ ഇതായിട്ട് വൻതോതിൽ നടത്തുമ്പോൾ അതെങ്ങനെ അങ്ങനെ കളക്ട് ചെയ്യാന്ന് നമുക്ക് മെഷീനറീസ് യൂസ് ചെയ്ത് ചെയ്യാം. യൂസ് ചെയ്യാൻ പറ്റും. വലിയൊരു രീതിക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ മെഷീൻ ഇപ്പോൾ ഇൻഡസ്ട്രിയൽ പരമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഈ ചില ഏരിയയിലൊക്കെ ഇങ്ങനെ പായൽ ഒഴുകുന്നു, അതായത് ചെറുതന ഏരിയയിലൊക്കെ പായൽ അങ്ങനെ ഒഴുകുകയാണ് ചെയ്യുക. അപ്പൊ അങ്ങനെ ഒഴുകുന്ന ആ ഒരു പോള എങ്ങനെ കളക്ട് ചെയ്യും? നമ്മൾ അതിനെ യന്ത്രവൽക്കരണത്തിലൂടെ കളക്ട് ചെയ്യാണ് ചെയ്യുന്നത്. പായൽ വെള്ളത്തിന്റെ ഒഴുക്കിനെ തടയുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെ എടുക്കുന്നത്. അപ്പോൾ ഒഴുക്കിനെ തടയുന്ന പോർഷനിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. ഇതിന് വേണ്ടി നിങ്ങൾ വാട്ടർ ചെക്ക് ചെയ്തിരുന്നോ? എന്തോ ഇതിന് വേണ്ടി നിങ്ങൾ വാട്ടർ ചെക്ക് ചെയ്തിരുന്നോ? ഇല്ല, നമ്മൾ അങ്ങനെ ചെയ്തില്ല. നമുക്ക് പായലിന്റെ ആവശ്യമല്ലേ ഉള്ളൂ. വെള്ളത്തിന്റെ ആവശ്യമില്ലാഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ പായലിലാണ് എടുത്തത്. നമുക്ക് വേണ്ട തരത്തിലുള്ള പായലിനെ നോക്കിയെടുക്കും. പിന്നെ വെള്ളത്തിന് എന്തെങ്കിലും ഇതുണ്ടാകുന്നതായിട്ട് കണ്ടോ? കുഴപ്പമുണ്ടാകുന്നതായിട്ട്? അത് പറയും. നമ്മളെ പായൽ വളരുന്ന വെള്ളത്തിന് അങ്ങനെ പ്രത്യേകിച്ച് ദോഷമായിട്ടൊന്നും വരില്ല. പക്ഷെ പായൽ കൂടുതൽ വളരുന്നതുകൊണ്ട് വെള്ളം വറ്റിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഒഴുക്ക് തടയും, വെള്ളത്തിന്റെ ഒഴുക്കിനെയൊക്കെ തടയും. പുഴയിലൊക്കെ ആണെങ്കിൽ ഒഴുക്കിനെ തടയും. കൊതുകിന്റെ ശല്യമൊക്കെ കൂടാൻ ചാൻസ് ഉണ്ട്. ഈ പായൽ അഴുകും. അപ്പൊ ചെളി പോലെ ആയാലും നമുക്ക് വെള്ളത്തിനെ അഫക്റ്റ് ചെയ്യും. എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഇപ്പം നിങ്ങളൊരു പേപ്പർ ഉണ്ടാക്കിയല്ലോ, ഒരു 200 ഷീറ്റ് പേപ്പർ ഉണ്ടാക്കണം, ഒരു നോട്ട്ബുക്കിനാണ്. അതിന് എന്തോരം കോസ്റ്റ് ആവും? ഇപ്പം നമ്മള് നമുക്ക് പക്ഷെ നമുക്ക് കൂടുതൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് പായൽ എന്ന് പറയുന്നത്. ഇപ്പം കൂടുതൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാം. നമ്മൾ ചെയ്യുന്നതിനുള്ള എഫേർട്ടേ ഉള്ളൂ. അല്ലാതെ നമുക്ക് പായൽ ഇപ്പോൾ ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. നമുക്കിപ്പോൾ ജലത്തിൽ അതൊരു പ്രശ്നമായി കാണുന്നതുകൊണ്ട് തന്നെ നമ്മൾ കോരിയെടുക്കുന്നതുകൊണ്ട് അതിന് പ്രശ്നമൊന്നുമില്ല. നമ്മൾ ചെയ്യുന്നതിനുള്ള കോസ്റ്റേ അവിടെ വരുന്നുള്ളൂ. അപ്പം നിങ്ങൾ ഈ പ്രോജക്റ്റ് വെച്ച് നിങ്ങൾ നോട്ട്ബുക്കുകളൊക്കെ ഉണ്ടാക്കുമെന്ന് വെച്ചോ, അപ്പം നിങ്ങൾ അത് എത്ര രൂപയ്ക്ക് റീറ്റെയിൽ ചെയ്യും? അത് ഓരോന്നും ഉണ്ടാക്കുന്ന രീതിക്ക് അത് എങ്ങനെ ഇപ്പം കൂടുതലായിട്ടുള്ള നമുക്ക് കുറേ സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കോസ്റ്റ് ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ വരുള്ളൂ കോസ്റ്റിന്. അങ്ങനെ വലിയ കോസ്റ്റിൽ നമുക്കത് അങ്ങനെ വരുന്നില്ല. എടുക്കുന്ന പായലിന്റെയും വെള്ളത്തിന്റെയും കോസ്റ്റേ വരുന്നുള്ളൂ. പിന്നെ നമ്മളാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇൻഡസ്ട്രിയിലാണ് ചെയ്യുന്നതെങ്കിൽ മെഷീനറീസിന്റെ ഇലക്ട്രിസിറ്റിയുടെ ഇതും എല്ലാം കൂടി നോക്കുമ്പോൾ കോസ്റ്റ് ആവും. അപ്പം നമുക്കൊരു സാധാരണ നോട്ട്ബുക്കിനേക്കാളും, അതായത് ഇപ്പം ക്ലാസ്മേറ്റിൻ്റെ ഒരു നോട്ട്ബുക്കിനേക്കാളും നമുക്ക് വില കുറച്ച് ഇത് ഉണ്ടാക്കാൻ പറ്റുമോ? ഉറപ്പായിട്ടും. മാത്രമല്ല ആ പേപ്പറിനേക്കാളും കുറച്ചുകൂടി ഇടി നിൽക്കുന്ന ടൈപ്പ് പേപ്പറാണിത്. ഹലോ, അപ്പോൾ ഇവിടെ അപ്പോൾ ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, നിങ്ങൾ പറഞ്ഞത് ഈ പേപ്പർ ഉണ്ടാക്കുമ്പോൾ പ്രോസസ്സിൽ വല്ല കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ടോ? പിന്നെ ഈ കുട്ടികൾക്ക് ഡ്രോയിങ് ചെയ്യാനായിട്ട് ഈ പേജ് യൂസ് ചെയ്യാന്നല്ലേ പറഞ്ഞത്? കുട്ടികളാകുമ്പോൾ പറയാലോ, അത് അവർ ചിലപ്പോൾ വായിലിടും. അപ്പം അങ്ങനെ വായിലിടുന്ന സമയത്ത് അങ്ങനെ കെമിക്കൽസ് കൊണ്ട് അവർക്ക് എന്തെങ്കിലും എന്തെങ്കിലും അങ്ങനെ പറ്റുമോ? ഇല്ല, കെമിക്കൽസ് അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ സേഫ്റ്റി മെഷേഴ്സ് എടുത്തിരുന്നു. ഗ്ലൗസ് ഒക്കെ യൂസ് ചെയ്ത് തന്നെയാണ് എടുത്തത്. പിന്നെ ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കി പുഴുങ്ങിയൊക്കെ എടുക്കുമ്പോൾ അതിൽ അനാവശ്യമായിട്ടുള്ള ബാക്ടീരിയ ഒക്കെ പോകുന്നുണ്ട്. പിന്നെ അത് നമുക്ക് ഹാംഫുൾ അല്ല, വലിയ പ്രശ്നം ഉണ്ടാവില്ല നമുക്ക്. ഈ പേപ്പർ ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ തന്നെ എന്തെങ്കിലും ചെറിയ കെമിക്കൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവല്ലോ. ഫുള്ളി നാച്ചുറലായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. പ്രോസസ്സിൽ തന്നെ പേപ്പർ തിന്നായിട്ട് തന്നെ വരണ്ടേ? നമ്മൾ പേപ്പർ യൂസ് ചെയ്യുന്നതിൽ നമ്മൾ വെള്ളവും ഈ പായലും ആണ് യൂസ് ചെയ്തത്. വേറൊന്നും നമ്മൾ അങ്ങനെ എടുത്തിട്ടില്ല. പായൽ അരച്ച് പൾപ്പാക്കി അതിലേക്ക് വെള്ളം ചേർത്ത് നമ്മൾ അരിച്ചെടുത്താണ് പേപ്പർ ഉണ്ടാക്കുന്നത്. അതിൽ വേറെ ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയി. ദാറ്റ്സ് ഓൾ. ഹലോ, എൻ്റെ ഡൗട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ കുറേ ടൈപ്പ് പ്ലാസ്റ്റിക് അല്ല പായലുകളുണ്ടല്ലോ, അതെല്ലാം ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ? എല്ലാ ടൈപ്പും യൂസ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ എടുത്തത് കുളവാഴയാണ്, വാട്ടർ ഹയാസിന്ത് എന്ന് പറയുന്നത്. അതിപ്പോൾ എല്ലാ പായലും നമുക്ക് എടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് കുളവാഴയിലാണ്. ദോഷമായിട്ട് വന്നിരിക്കുന്ന പായലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഞങ്ങളുടെ ഏരിയയിൽ കുറച്ച് കൂടുതലായിട്ടുള്ളത് ഈ കുളവാഴയാണ്. അപ്പം ഞങ്ങൾ അതാണ് എടുത്തിരിക്കുന്നത്. എല്ലാത്തിലും ഇത് നടക്കും. ഓക്കെ, താങ്ക് യു.
ലാസ്റ്റ് വൺ മോർ ക്വസ്റ്റ്യൻ. അതല്ല, ഇപ്പം ഈ ജൂണിലും സെപ്റ്റംബറിലുമാണ് ഇത് വളരെ അധികമായി ഉണ്ടാവുന്നത് പറഞ്ഞു. അതിനുള്ള കാരണവും പിന്നെ അതേപോലെ ഇത് കൃഷിയെയും ജലഗാതത്തിനെയും കുറേ ദോഷിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞു. അത് കണ്ടെത്താനുള്ള കാരണങ്ങൾ അതല്ല, അത് എപ്പോഴൊക്കെയാണ് ഈ ജൂൺ സെപ്റ്റംബറിൽ കൂടുതലായി വളരാനുള്ള കാരണം? ആ പെർപെൻഡിക്കുലറായ മാസത്തിൽ മാത്രം ഇത്ര ധാരാളം വളരാനുള്ള കാരണം? ഓരോ ചെടിക്കും അതിൻ്റെതായ സീസൺ ടൈം ഉണ്ടല്ലോ. അതുപോലെ തന്നെയാണ് ഈ പോളയ്ക്ക് ഏറ്റവും കൂടുതൽ വ്യാപിക്കുന്ന ടൈം എന്ന് പറയുന്നത് ഈ ജൂൺ ടു സെപ്റ്റംബർ മന്ത്സ്. മഴയുടെ ഇതുകൊണ്ട് പിന്നെ കൂടുതലായിട്ടും കാണുന്നത് ആലപ്പുഴ കോട്ടയം ജില്ലയിലാണ്. കാര്യം സലൈൻ വാട്ടറിന്റെ പ്രസൻസ് ഉണ്ട്. അത് മാത്രമല്ല, ഇത് നമ്മൾ എടുത്തത് നമ്മളുടെ നാട്ടിലെ ജലാശയങ്ങൾക്ക് ഇതൊരു ത്രെറ്റ് ആവുന്നു എന്ന് കണ്ടുകൊണ്ടാണ് ഈ കുളവാഴ എടുത്ത് ചെയ്തത്. താങ്ക് യു ജഡ്ജസ്. നല്ല പ്രസൻറ്റേഷൻ ആയിരുന്നു. പിന്നെ നിങ്ങൾ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോൾ ഇപ്പോൾ നോട്ട്ബുക്കിൻ്റെ വില എത്ര വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ചെയ്തു നോക്കിയിട്ടില്ലോ. അത് ചില ചോദ്യങ്ങൾക്ക് അറിയില്ല, അല്ലെങ്കിൽ ഞങ്ങളത് പരിശോധിച്ചിട്ടില്ല എന്ന് പറയുന്നത് നല്ല ഉത്തരവാണ്. അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, പക്ഷേ പ്രസൻറ്റേഷൻ നല്ലതായിരുന്നു. നല്ല അവതരണമായിരുന്നു കേട്ടോ. അഭിനന്ദനങ്ങൾ. ഇതൊരു പ്രശ്നമാണ് ഈ പായൽ പോള എന്നുള്ളത്. 2-3 കാര്യങ്ങളാണ് അറിയേണ്ടത്. ഒന്ന്, നിങ്ങൾ ഇതിൻ്റെ ഈ പായലിൻ്റെ ഒരു വർഗീകരണം നടത്തിയിട്ടുണ്ടോ? നിങ്ങൾ ഏത് ഏരിയയിലാണ് മെയിനായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്തത്? ഏത് പ്രദേശമാണ്? മുഹമ്മ, മണ്ണഞ്ചേരി, തണ്ണീർമുക്കം, പിന്നെ ചേർത്തല മുനിസിപ്പാലിറ്റി ഏരിയ. നിങ്ങൾ ഫീൽഡ് വിസിറ്റ് നടത്തിയിരുന്നോ അവിടെ? അവിടെ എന്തെങ്കിലും ഇതിനൊരു വർഗീകരണം നടത്താൻ പറ്റിയിട്ടുണ്ടോ? വ്യത്യസ്ത തലത്തിൽ ഒരു കൂട്ടുകാരൻ ചോദിച്ചല്ലോ, വയലുകൾ എല്ലാം ഒരേ സ്പീഷീസ്, അങ്ങനെ ഉള്ള ഒരു വർഗീകരണം നിങ്ങൾ നടത്തിയിട്ടുണ്ടോ? ബയോഗ്യാസിന്റെ കേസിലാണോ? അല്ലല്ല, ഈ പായലുകളിൽ തന്നെ പല ടൈപ്പ് ഉണ്ട്. പക്ഷെ ഏറ്റവും ഹാംഫുൾ എന്ന് പറയുന്നത് നമ്മളിപ്പോ എടുത്തിരിക്കുന്ന പായൽപോള എന്ന് പറയുന്നതുണ്ട്. പല ടൈപ്പ് പായൽപോള ഉണ്ട്. അത് സ്പീഷീസിനെ നിങ്ങളുടെ ഏത് പഠനത്തിന് കൂടുതൽ ഉപയോഗിച്ചേക്കുന്ന ഓക്കെ. അപ്പൊ അതിൽ നിങ്ങൾ 2 മെയിനായിട്ട് നിങ്ങളൊരു പ്രധാന കണ്ടെത്തലുകളും പറഞ്ഞിട്ടുണ്ട്, പുനരുപയോഗ സാധ്യതകളും പറഞ്ഞിട്ടുണ്ട്. അത് നല്ല ഐഡിയ കൊള്ളാം. പുനരുപയോഗം ഈ കാര്യത്തെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിൽ നിങ്ങളൊരു അപ്രോച്ച് ഇപ്പോൾ വച്ചേക്കുവാണ്. അതിൻ്റെ പിന്നീടാണ് നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കൂടുതലായിട്ട് അറിയാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഈ കണ്ടെത്തലുകളായിട്ട് പറഞ്ഞേക്കുന്ന പരിസ്ഥിതി പ്രശ്നങ്ങൾ, പായൽപോള അതിവേഗം വളരുന്നത് ജലത്തിൻ്റെ ഒഴുക്കിനെ തടയുന്നു, ഇത് വെള്ളപ്പൊക്കത്തിന് കാരണമാകുന്നു, അതൊരു ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് ശരിയാണ്, നമുക്കൊക്കെ അറിയാൻ കഴിയും. നിങ്ങൾ അതിലെന്തെങ്കിലും ഒരു നിരീക്ഷണം നടത്തിയിട്ടുണ്ടോ? നിങ്ങളുടേതായിട്ടുള്ള ഒരു ഒബ്സർവേഷൻ എന്തെങ്കിലും? നമ്മുടെ അടുത്ത് വേമ്പനാട്ട് കായലാണ് ഉള്ളത്. അപ്പോൾ അതിൽ നോക്കിയപ്പോൾ ഇപ്പോൾ പായൽപോള കെട്ടിക്കിടക്കുന്നതുകൊണ്ട് തന്നെ കായലിൻ്റെ ഒഴുക്കിനെ അഫക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് അറിയാൻ സാധിച്ചു. അത് മാത്രമല്ല, സർവേയിൽ കൂടി നമ്മൾ കണ്ടെത്തി. ഒഴുക്കിനെ ജസ്റ്റ് ഒബ്സർവ് ചെയ്തു, അങ്ങനെയാണോ? അത് ഇൻസ്ട്രുമെന്റിന്റെ സഹായത്തോടു കൂടി 2 തലത്തിലുള്ള വ്യത്യാസങ്ങൾ നോക്കി നമ്മൾ സർവേയിലൂടെ കണ്ടെത്തിയതിന്റെ അല്ല, നമുക്ക് അറിയാൻ പറ്റും. ഒബ്വിയസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും വ്യത്യാസങ്ങൾ അറിയാം. സൂര്യപ്രകാശവും ഓക്സിജനും കുറയുന്നത് മത്സ്യങ്ങളുടെയും ജലജീവികളുടെയും നാശത്തിന് കാരണമാകുന്നു. അങ്ങനെ ഒരു മോർട്ടാലിറ്റി നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ അവിടെ? നാശം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒബ്സർവ് ചെയ്തോ? ഞങ്ങൾ ഈ സർവേ നടത്തിയ സമയത്ത് ഇതുപോലെ ഈ കായലിന്റെ അടുത്തൊക്കെ വീടുകളിലുള്ള ആൾക്കാർ പറയുന്നത് മീനുകൾ കുറവാണ്. പിന്നെ അത് മാത്രമല്ല, ചത്തു പൊങ്ങുന്നുണ്ട് മീനുകൾ കുറെ. അപ്പം അതിന്റെയൊക്കെ മെയിൻ കാരണം ഈ പായൽ തന്നെയാണ്. ഓക്കെ, അതിന്റെ ഒരു കാര്യം ചോദിക്കുന്നത്, സൂര്യപ്രകാശം പെട്ടു, അത് ഞാൻ നോക്കുന്നില്ല. നിങ്ങൾക്ക് സൂര്യപ്രകാശം ഓക്സിജൻ അല്ലെങ്കിൽ ഡിസോൾഡ് ഓക്സിജനെ നിങ്ങൾ മെഷർ ചെയ്ത് നോക്കിയിരുന്നോ? ഈ ഭാഗവും അല്ലെങ്കിൽ പായൽപോള അധികം ഇല്ലാത്ത ഒരു സ്ഥലത്തും പായൽപോള കൂടുതലുള്ള സ്ഥലവും തമ്മിൽ ഒരു കമ്പാരിസൺ, ഒരു താരതമ്യം നോക്കിയിരുന്നോ? അത് നമുക്ക് സാറ് പറഞ്ഞു തന്ന അറിവാണ്. പിന്നെ സർവേയിൽ കൂടി എടുത്തത് നാഗേന്ദ്രപ്രഭു സാർ ഇങ്ങനെ സാറ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാർ അതിൽ റിസർച്ച് ചെയ്യുന്ന ആളായിരുന്നു. ഓക്കെ, അത് സാറ് ചെയ്തിട്ടുണ്ടാകാം. അതിന്റെ ഒരു മെഷർമെന്റ് വാല്യൂസ് എന്തെങ്കിലും നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? സാർ അത് ഒരു നിഗമനം പോലെ പറഞ്ഞതാണ്, അങ്ങനെ നോക്കിയില്ല. നോക്കിയപ്പോൾ പായൽപോള ഉള്ളിടത്ത് കുറവാണെന്ന് സാറിന്റെ ഒരു നിഗമനം പോലെ പറഞ്ഞു. ഈ പുനരുപയോഗ സാധ്യതകൾ നിങ്ങൾ പല കാര്യങ്ങളും അവതരിപ്പിച്ചു. അതിൽ ഏറ്റവും നിങ്ങൾക്ക് ഒരു പ്രാക്ടിക്കലി ഫീസിബിൾ ആണെന്ന് തോന്നിയതും കുറച്ചുകൂടി നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് തോന്നിയ കാര്യം അതാണ് ബയോഗ്യാസ്. അതെന്തെങ്കിലും ഒരു റിസൾട്ട് ഉണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ എവിടെയെങ്കിലും അത്
ഞങ്ങള് പ്രാക്ടിക്കലി ചെയ്ത്? ഫീൽഡ് വിസിറ്റ് പോയപ്പോ കണ്ടായിരുന്നു. അത് ആരാണ് ചെയ്യുന്നത്? നിങ്ങൾ അത് കണ്ണങ്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പ്രീതി എന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട്. ചെയ്യുന്നുണ്ട്. ആ ചേച്ചി ചെയ്യുന്നുണ്ട്. അതായത് ഇൻജസ്റ്റ് അത് ഒരു 3 പാർട്ടായിട്ടാണ്, ഇൻലെറ്റ്, ഡൈജസ്റ്റ്, ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻലെറ്റിലൂടെയാണ് നമ്മൾ പുഴയിൽ നിന്നും ഒക്കെ ശേഖരിക്കുന്ന ഈ പായൽ വെള്ളത്തോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു വലിയൊരു ടാങ്കാണ് ഈ ഡൈജസ്റ്റർ എന്ന് പറയുന്നത്, അതിലേക്ക് കടത്തി വിടുന്നു. അപ്പം അതിൽ ഓക്സിജൻ്റെ ആബ്സെൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൽ ഓക്സിജൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ പായൽ പോളയിലുള്ള ബാക്ടീരിയാസ് അനൈറോബിക് ഡൈജഷൻ നടത്തും. അങ്ങനെയാണ് നമുക്ക് മീഥെയിൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നൊക്കെ ഉള്ള ഗ്യാസ് കിട്ടുന്നത്. അതാണ് നമ്മൾ കുക്കിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ പ്ലാന്റിൽ നിങ്ങൾ സന്ദർശിക്കുകയാണ് ചെയ്തത് അല്ലേ? അതെ, ഫീൽഡ് വിസിറ്റ് പോലെ. ഫീൽഡ് വിസിറ്റ് നിങ്ങൾ പ്ലാന്റ് സന്ദർശിച്ചു. നിങ്ങളായിട്ട് എന്തായിരുന്നു ചെയ്ത? പൾപ്പ് ഉണ്ടാക്കിയത് നിങ്ങൾ തന്നെയാണോ? അതിന്റെ സാധ്യതകൾ എന്തായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഭാവി സാധ്യതകൾ എത്രത്തോളം ഉണ്ട് അതിനെ സംബന്ധിച്ച്? നമുക്ക് പേപ്പർ ഉണ്ടാക്കാം, അതുപോലെ ക്ലേ പോലെ മോൾഡ് ഒക്കെ ഉണ്ടാക്കാം. ഹായ്, നമസ്കാരം. ഞങ്ങൾ ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് വരുന്നത്. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല BRC നിന്നാണ് ഞങ്ങൾ വരുന്നത്. എൻ്റെ പേര് മീര. ഞാൻ GHSS കലൂർ സ്കൂളിൽ നിന്നാണ് വരുന്നത്. എൻ്റെ പേര് കീർത്തന. എൻ്റെ പേര് പത്മിനി. ഞങ്ങൾ GGHS ചേർത്തലയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ ഈ പ്രൊജക്റ്റ് തിരഞ്ഞെടുക്കാൻ കാരണം, ഞങ്ങളുടെ പ്രൊജക്ടിന്റെ പേര് ആദ്യം പറയാം, പായൽപ്പോളയുടെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്നാണ് പ്രൊജക്ടിന്റെ പേര്. അപ്പോൾ ഞങ്ങൾ ഈ പ്രൊജക്റ്റ് ഈ ഒരു തീം തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ, ചേർത്തലയിലും നമ്മുടെ ആലപ്പുഴ ജില്ലയിലും കോട്ടയത്തും ഒക്കെ ആയിട്ട് കൂടുതലും പായൽപ്പോള നമ്മുടെ വാട്ടർ ബോഡീസിനെ അഫക്റ്റ് ചെയ്യുന്നു മനസ്സിലാക്കിയതുകൊണ്ടാണ്. ഇതിൻ്റെ മെയിൻ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് കൂടുതലും തൊഴിൽ മേഖലയ്ക്കാണ്. ജലഗതാഗതം, അതുപോലെ തന്നെ ബന്ധനത്തിനൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ്. പോള കായലിൻ്റെ ഒഴുക്ക് തടയുന്നു, അതുപോലെ തന്നെ കായലിൻ്റെ ആഴം കുറഞ്ഞു. അടിത്തട്ടിലെ സസ്യങ്ങൾ സൂര്യപ്രകാശം തട്ടാതെ ചീഞ്ഞഴി ചെളിയായി രൂപപ്പെട്ടുകൊണ്ട് കായലിൻ്റെ ആഴം നന്നായി കുറഞ്ഞു വരുന്നതും, അതുപോലെ പക്ഷികളും മീനുകളൊക്കെ ചത്തുപോകുന്നു. പക്ഷികളും ഒക്കെ കായലിൻ്റെ പരിസരത്തൊന്നും വരാതെയാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രൊജക്റ്റ് തന്നെ എടുക്കാൻ തീരുമാനിച്ചത്. പിന്നെ ഈ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളൊരു ഫീൽഡ് വിസിറ്റ് പോയിരുന്നു. അവിടെ ഈ പായൽപ്പോള വെച്ച് ബയോഗ്യാസ് ഉണ്ടാക്കുന്ന ഒരു ഇതാണ് ഞങ്ങൾ കണ്ടത്. അവിടെ കണ്ട കാഴ്ച ഞങ്ങൾ ശരിക്കും എക്സൈറ്റഡ് ആയി. അതായത് നമ്മുടെ പായൽപ്പോള അനൈറോബിക് ഡൈജഷൻ വഴി മീഥെയിൻ ഗ്യാസ് ഉണ്ടായിട്ട് അത് നമുക്ക് കുക്കിങ്ങിന് യൂസ് ചെയ്യാമെന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഫീസസിൽ ഞങ്ങളുടെ കുസാറ്റിൽ ഫസ്റ്റ് വന്ന സമയത്ത് നല്ല ടെൻഷനായിട്ടാണ് വന്നത്. പക്ഷേ ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ ഭയങ്കര പോസിറ്റീവായിരുന്നു. എല്ലാവരും ഭയങ്കര കമ്പനിയായിട്ട് പെരുമാറൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രാത്രിയിൽ CCSൽ പോയിരുന്നു. അവിടെ സ്ഫിയറും മൂണിനെയും ജൂപ്പിറ്ററിനെയും ഒക്കെ കണ്ടു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എപ്പോഴും ഓർത്തു വയ്ക്കാൻ പറ്റുന്ന തരം ഒരു എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾക്ക് കുസാറ്റിൽ കിട്ടിയത്. അത് ഒരുക്കി തരുന്ന എല്ലാവർക്കും താങ്ക് യു.